നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ സംഘർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക ഇടപെടൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഇസ്രായേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. മോദിയുടെ ഇടപെടൽ സംഘർഷം കുറയ്ക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കായി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. പ്രതിരോധ, കൃഷി, സാങ്കേതികവിദ്യ, സൈബർ സുരക്ഷ, വ്യാപാരം തുടങ്ങി നിരവധി മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇരു നേതാക്കളുടെയും സംഭാഷണം. ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ PMO പുറത്തുവിട്ടിട്ടില്ല. ഏറ്റവും ഒടുവിലായി ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഇരു നേതാക്കളും ടെലിഫോണിൽ സംസാരിച്ചത്. അതേസമയം ഇതിനിടെ മറ്റൊരു വാർത്തയും ശ്രദ്ധ നേടി. US പ്രസിഡന്റ് ട്രംപ് സഞ്ചരിച്ച ഹെലികോപ്റ്ററും യാത്രക്കാരുമായി പോയ വിമാനങ്ങളും വളരെ അടുത്തേക്കെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിൽ നിന്നാണ് അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനം പറന്നുയർന്നത്. വൈറ്റ് ഹൌസിൽ നിന്ന് ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസിലേക്ക് പോവുകയായിരുന്ന ട്രംപിന്റെ ഹെലികോപ്റ്റർ എയർ ട്രാഫിക് കൺട്രോളറുമായുള്ള ആശയവിനിമയത്തിലെ തടസ്സം കാരണമാണ് പ്രശ്നമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. ഓഗസ്റ്റ് 4 വാഷിംഗ്ടണിന് മുകളിൽ വെച്ച മറൈൻ 1 പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ ഒരു യാത്രാ വിമാനത്തിന്റെ വളരെ അടുത്തേക്ക് എത്തിയതായി ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. യാത്രാ വിമാനവും മറൈൻ 1ഉം തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതിൽ അന്വേഷണം ആരംഭിച്ചതായി നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അറിയിച്ചു. മികച്ച പൈലറ്റുമാരാണ് മറൈൻ 1 പറത്തുന്നത് എന്നും പ്രസിഡന്റിന് അപകട സാധ്യത ഇല്ലായിരുന്നുവെന്നും വൈറ്റ് ഹൌസ് വക്താവ് AFPയോട് പറഞ്ഞു. 2025 ജനുവരിയിൽ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് 67 പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തമായിരുന്നു. അതേസമയം ബ്രിട്ടനിലെ ഏറ്റവും വലിയ സൈനിക പരിശീലന കോളേജുകളിലൊന്നായ ആർമി ഫൗണ്ടേഷൻ കോളേജിനെതിരെ പരാതിയുമായി പെൺകുട്ടികൾ. ജൂനിയർ സൈനികരും സ്റ്റാഫ് അംഗങ്ങളും ലൈംഗിക അതിക്രമവും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും നടത്തിയെന്നാണ് ആരോപണം. നോർത്ത് യോർക്ക്ഷയറിലെ ഹാരോഗേറ്റ് AFC കോളേജിൽ 17-ാം വയസ്സിൽ അനുഭവിച്ച ക്രൂരതകളെക്കുറിച്ച് 4 വിദ്യാർത്ഥികളാണ് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കൂട്ടബലാത്സംഗം, ലൈംഗിക പീഡനം എന്നിവയ്ക്ക് ഇരകളാകേണ്ടി വന്നതിനായി പെൺകുട്ടികൾ വെളിപ്പെടുത്തി. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പീഡിപ്പിച്ചെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചു. സൈനിക കോളേജിലെ സ്റ്റാഫ് അംഗങ്ങളുടെ ഒത്താശകൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിക്രമങ്ങൾ നടക്കുന്നത് എന്നും പറയുന്നു. സഹപാഠികൾ മുതൽ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ തന്നെ ഉപയോഗിച്ചിരുന്നതായും യുവതി വെളിപ്പെടുത്തി. മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ആക്രമണം. ലൈംഗിക ചുവയോട് സംസാരിച്ചു. മണിക്കൂറുകൾ നീണ്ട ബലാത്സംഗത്തിന് നിന്ന് കൊടുക്കേണ്ടി വന്നു. ഒടുവിൽ ഈ മാംസ കഷ്ണം പോലെയായി എന്നും പെൺകുട്ടി വെളിപ്പെടുത്തി. സംഭവത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം ഇവർ പഠനം മതിയാക്കി തിരികെ വന്നു. കുടുംബാംഗങ്ങളോട് പീഡന വിവരം പറഞ്ഞുവെന്നും പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും യുവതി പറയുന്നു. സഹപാഠി മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് മറ്റൊരു യുവതിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും ഇത്തരം വെളിപ്പെടുത്തലൊക്കെ വരുന്നുണ്ട്. ജൂൺ വരെയുള്ള അധ്യയന വർഷത്തിൽ 16 പീഡന പരാതികളാണ് ലഭിച്ചതെന്ന് BBC അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. നഗ്നതാ പ്രദർശനം, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചുള്ള പീഡനം, ലൈംഗിക അതിക്രമം തുടങ്ങി നിരവധി പരാതികളാണ് ലഭിച്ചത്. പരാതിയിൽ നടപടിയെടുത്തോ എന്ന ചോദ്യചിഹ്നമായി തുടരുന്നു. ഇത് സംബന്ധിച്ച് വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി ലഭിച്ചിട്ടില്ലെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. 2018 ജനുവരിക്കും 2025 ജൂണിനും ഇടയിൽ 176 പരാതികളാണ് സൈനിക പരിശീലന കേന്ദ്രത്തിനെതിരെ ലഭിച്ചതെന്ന് UK പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു. 144 പരാതികളും ജൂനിയർ സൈനികർക്കെതിരെയുള്ള 32 പരാതികൾ കോളേജിലെ സ്ഥിരം ഉദ്യോഗസ്ഥർക്ക് എതിരെയായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സ്ത്രീകളിൽ 67% ഒരു വർഷത്തിനിടെ ഒരു തവണയെങ്കിലും സമ്മതമില്ലാതെ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നുണ്ടെന്ന് ഫോസ്റ്റ് ഒഫീഷ്യൽ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. UKയിലെ 19 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൈനിക പരിശീലനം നൽകുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് AFC. ആകെ 889 പേരിൽ 70 പെൺകുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൂരതകളുടെ നേർസാക്ഷ്യമാണ് ഈ റിപ്പോർട്ടുകൾ.